സ്നേഹം നിറഞ്ഞ ഗുരുക്കന്മാരെ, ജ്യോതിഷ വിശ്വാസികളെ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് രോഹിണി നക്ഷത്ര ജാതകരുടെ രാഹുകേതുക്കളുടെ ഇപ്പോഴത്തെ അവസ്ഥയും അത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാറ്റത്തെയും പറ്റിയാണ് പറയാൻ പോകുന്നത്. 2025 മെയ് 18 വരെ ഇവർക്ക് ഭാഗ്യം അല്ലെങ്കിൽ ലാഭസ്ഥാനത്ത് രാഹുവിന്റെ സ്ഥിതി നിൽക്കുന്നു. കേതു 5ാം ഭാവത്തിലുമാകുന്നു. പൊതുവെ ഇവരുടെ വ്യാഴനും കൂറിൽ തന്നെ നിൽക്കുന്നു. പൊതുവെ രോഹിണി നക്ഷത്ര ജാതകർക്ക് വളരെ അനുകൂലമായ അവസ്ഥകളാണ് ഇപ്പോൾ നിലവിൽ വരുന്നത്. രാഹുവിന്റെ അനുഗ്രഹം കുടുംബത്തിന് അഭിവൃദ്ധിയും ഭാഗ്യവും സൗഭാഗ്യങ്ങളും, സന്താനങ്ങൾക്ക് ഐശ്വര്യവും, പുത്രപൗത്രാദി സൗഖ്യവും ഭാഗ്യ ഐശ്വര്യങ്ങളും ഉണ്ടാക്കുകയും ഒപ്പം തൊഴിൽ നേട്ടം പ്രതീക്ഷിക്കുന്നവർക്ക് തൊഴിൽ അവസരങ്ങൾ ഉണ്ടാകുകയും അതുപോലെ തന്നെ കച്ചവട നേട്ടങ്ങൾ, വിദേശത്ത് പോകാനുള്ള യോഗവും ഭൂമി യോഗവും ഗ്രഹയോഗവും വിദ്യാ വിജയങ്ങളും സാങ്കേതിക വിദ്യയിൽ മികവും ഉന്നത ജനങ്ങളുമായുള്ള ബന്ധവും സ്നേഹവും അഭിവൃദ്ധിയും എല്ലാം ഇവർക്ക് ഉണ്ടാകാൻ പോവുകയാണ്. 2025 മെയ് 18 വരെയുള്ള ആ കാലഘട്ടം ഇവർക്ക് ഏത് കാര്യത്തിനും വളരെ ഉത്തമമായി തന്നെ തീരും. ഇവരെ 3 ഘട്ടമായി നമുക്കെടുക്കാം. ആദ്യത്തെ 20 വയസ്സ് വരെ ഒരു ഘട്ടം, അടുത്ത ഘട്ടം 40 വയസ്സ് വരെ, അതിനടുത്ത കൊല്ലം 30 കൊല്ലം കൂടെ, അപ്പോൾ 70 വയസ്സ് വരെ. ഈ ഘട്ടത്തിൽ ആദ്യത്തെ 20 വയസ്സിനകമുള്ള കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വിദ്യ അഭ്യസിക്കുന്നതിനും ചിലർക്ക് സാങ്കേതിക വിദ്യകൾ പഠിക്കുന്നതിനും ഏറ്റവും ഉത്തമമായ കാലമാണ്. അതുപോലെ തന്നെ 20 മുതൽ 40 വയസ്സിനകമുള്ള ഇവർക്ക് വിദ്യാവിജയവും 20-ന് ശേഷം സാങ്കേതിക വിദ്യകൾ അഭ്യസിക്കാനുള്ള യോഗവും അതിനുവേണ്ടി പ്രതീക്ഷിക്കുന്നവർക്ക് സാങ്കേതിക വിദ്യ വിജയവും 20, 22, 23 കാലങ്ങളിൽ ഉദ്യോഗ വിജയവും പഠനം പൂർത്തീകരണവും 26, 27, 28 ഈ കാലങ്ങളിൽ പുരുഷന്മാർക്ക് വിവാഹയോഗവും തൊഴിൽ അഭിവൃദ്ധിയും, സ്ത്രീകൾക്ക് 23, 24 ഈ കാലങ്ങളിൽ വിവാഹവും സന്താനയോഗവും, ശേഷം 35, 40 വരെ ഉള്ള കാലഘട്ടത്തിൽ വളരെ ഭാഗ്യ ഐശ്വര്യങ്ങളും 27, 29, 30 ഈ കാലങ്ങളിൽ സന്താന യോഗം, ഗ്രഹയോഗം, വാഹന സൗഖ്യം ഇത്യാദി യോഗങ്ങൾ അവർക്കുണ്ടാകുന്നു. അത് കഴിഞ്ഞാൽ 40 മുതൽ 70 വരെയുള്ള കാലഘട്ടത്തിലുള്ളവർക്ക് സർക്കാർ ജോലി ചെയ്യുന്ന മുതിർന്നവർക്ക് അനുകൂല അവസ്ഥകളും, ITI പോലുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെ ആനുകൂല്യങ്ങളും ഭാഗ്യങ്ങളും ഭാഗ്യ ഐശ്വര്യങ്ങളും അവർക്ക് വേണ്ടുന്നത്ര പ്രതീക്ഷയിൽ കവിഞ്ഞ ഐശ്വര്യങ്ങളും ഉണ്ടാകും. സർപ്പം 11-ൽ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ലാഭസ്ഥാനം, 11 ലാഭസ്ഥാനം ആയതുകൊണ്ട് കുടുംബത്തിന് ഐശ്വര്യം, കുടുംബത്തിന് സന്താനങ്ങൾക്ക് വേണ്ടി കരുതുവാൻ ഉള്ള ആഭരണങ്ങൾ വാങ്ങുവാനുള്ള യോഗം, അവർക്ക് മുതിർന്നവർക്ക് സന്താനങ്ങളെ കൊണ്ട് നേട്ടം, ഭാഗ്യ ഐശ്വര്യങ്ങൾ, ചില മുതിർന്നവർക്ക് വിദേശവാസ യോഗം, അവിടെ ചെന്ന് തൊഴിൽ ചെയ്യുവാനോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് തൊഴിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനോ ഉള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാകുന്നു. കേതുക്കളുടെ മാറ്റം ഇവർക്ക് പൊതുവെ ഐശ്വര്യപ്രദമാകുന്നു. കേതുവിന് വ്യാഴന്റെ ദൃഷ്ടി കൂടെ ഉള്ളത് കൊണ്ട് സന്താന യോഗം, കുടുംബത്തിൽ വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള ഭാഗ്യം എന്നിവയെല്ലാം ഉണ്ടാക്കുന്നു. പൊതുവെ രാഹുകേതു മാറ്റങ്ങൾ ഇത് 2025 മെയ് 18, 19 ശേഷം അടുത്ത കർമ്മസ്ഥാനത്ത് രാഹുവിന്റെ സ്ഥിതി, അതുപോലെ തന്നെ അതിന്റെ ആപ്പോസിറ്റായിട്ടുള്ള ഭാഗത്ത് കേതുവിന്റെ സ്ഥിതിയും വളരെ അനുകൂലാവസ്ഥകൾ ഇവർക്ക് നൽകപ്പെടുന്നു. പൊതുവെ രോഹിണി നക്ഷത്ര ജാതകർ സാത്വികരും ഭാഗ്യൈശ്വര്യങ്ങൾ നിറവോടുകൂടി മറ്റുള്ളവർക്ക് നൽകുന്നവരും
എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്നവരും സമ്പന്നന്മാരും കുടുംബസ്നേഹികളുമായി ഭവിക്കും. ഇവർ ഇടവൻ രാശിക്കാരാണ്, സ്ഥിര രാശിക്കാരാണ്. ഉറച്ച മനസ്സ്, നല്ല ധൈര്യം, വീര്യം, കീർത്തി, സഹോദരങ്ങളുമായും പിതൃമാതൃ സൗഭാഗ്യമുള്ളവരും ആയിരിക്കും. ഇവർ പൊതുവെ സാത്വിക ഭാവത്തിൽ ആയിരിക്കും അവരുടെ പെരുമാറ്റങ്ങൾ. ദൈവ നക്ഷത്രം കൂടെ ആയ രോഹിണി നക്ഷത്രം പൊതുവെ ഒരു ഊന്നാൾ കൂടെയാണ്. അതായത് വിവാഹത്തിനും ഗ്രഹം നിർമ്മിക്കാനും ഗ്രഹപ്രവേശനത്തിനും അതുപോലെ തന്നെ ഉത്സവങ്ങൾക്കും എല്ലാം നല്ല ഒരു മുഹൂർത്തം കുറിക്കുന്നതിന് ഉത്തമമായ ഒരു നക്ഷത്രമാണ് രോഹിണി. രോഹിണി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ചന്ദ്രദശയിലാണ് ജനിക്കുന്നത്. ആദ്യത്തെ 5-6 വർഷം അവർക്ക് ചന്ദ്രദശ കിട്ടും. ചന്ദ്രൻ 10 കൊല്ലമാണ്. അത് കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ബാലപീഡയും കുടുംബത്തിന് പൊതുവെ അരിഷ്ടതകളും പിതാവിനും മാതാവിനും സ്ഥാനം മാറിയുള്ള തൊഴിലുകൾ എല്ലാം ഉണ്ടാകേണ്ട അവസരമാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് ചൊവ്വാദശ 7 കൊല്ലം. അപ്പോൾ ഏതാണ്ട് 14 കൊല്ലം വരെ ചൊവ്വാദശ. അത് കഴിഞ്ഞാൽ വരുന്നത് രാഹുർദശ 18 കൊല്ലം. ഈ രാഹുർദശാകാലത്ത് സ്ത്രീ പുരുഷ ഭേദമന്യേ പഠനത്തിന് ഉന്നതിയും ഗ്രഹസൗഖ്യവും ഭാഗ്യങ്ങളും വിവാഹാദി യോഗങ്ങളും സന്താനാദി യോഗങ്ങളും ഫലമാകുന്നു. അത് കഴിഞ്ഞാൽ വേഴദശയിൽ ഇവർക്ക് തൊഴിലിൽ നിന്നുള്ള പുരോഗമനം, ആദായം, തൊഴിൽ സംബന്ധിച്ചുള്ള വിജയങ്ങൾ, പുതിയ പഠനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നു പോകുവാനുള്ളത് അവസരങ്ങൾ, പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുന്നവർക്ക് പൂർത്തിയാക്കാതെ ഇരിക്കുന്നവർക്ക് അത് ചെയ്ത് വിജയിച്ചു വരുവാൻ നല്ല അവസരങ്ങളായിരിക്കും. അത് കഴിഞ്ഞാൽ ശനിദശ 19 കൊല്ലം. ശനി പൊതുവെ രോഹിണി നക്ഷത്ര ജാതകർക്ക് ദോഷങ്ങൾ ചെയ്യുകയില്ല. ശനിദശയിൽ ഇവർക്ക് സമ്പാദ്യവും വിദേശവാസങ്ങളും വിദേശത്തിൽ നിന്നുള്ള ധനാഗമനങ്ങളും സന്താനങ്ങളെ കൊണ്ട് നേട്ടങ്ങളും സന്താനങ്ങളെ കൊണ്ട് ഐശ്വര്യങ്ങളും അവർക്ക് ഗ്രഹയോഗം, വാഹനയോഗം ഇത്യാദി യോഗങ്ങളും ഇടവിട്ട് വാത, രക്ത, കവരോഗങ്ങളും ഉണ്ടാകും. അത് കഴിഞ്ഞാൽ വരുന്നത് ബുധദശ 17 കൊല്ലം. പൊതുവെ ഉത്തമമായിരിക്കും. അത് കഴിഞ്ഞാൽ കേതുദശ. ഇങ്ങനെ ദശാനാഥന്മാർ സഞ്ചരിക്കുകയാണ്. പൊതുവെ ഇവർ ചന്ദ്രദശയിൽ ജനിക്കുന്നത് കൊണ്ട് ദേവിപ്രീതിയും, ചന്ദ്രൻ കഴിഞ്ഞ ചൊവ്വയിൽ മൃഗപ്രീതിയും, ചൊവ്വ കഴിഞ്ഞ് വരുന്നത് രാഹുർദശയിൽ സർപ്പപ്രീതിയും, രാഹുർദശ കഴിഞ്ഞ് വരുന്നത് വ്യാഴദശയിൽ വിഷ്ണുപ്രീതിയും, ഒപ്പം അത് കഴിഞ്ഞ് വരുന്ന ശനിദശയിൽ ശാസ്താവിന് നീലാഞ്ജനം, ഹനുമാന് വടമാല എന്നിവയും, പിന്നീട് ബുധദശയിൽ ഹനുമാൻ ക്ഷേത്രങ്ങളിൽ ദർശനവും കുടുംബദേവത പൂജകളും ആവശ്യമാകുന്നു. കേതുദശയിൽ പൊതുവെ മധ്യമ സുഖങ്ങളും അനുഭവമാകുന്നു. പൊതുവെ ഇവർക്ക് സർപ്പന്റെ മാറ്റം നല്ല അവസരം ഉണ്ടാക്കും. അതുപോലെ തന്നെ വേഴന്റെ അവസ്ഥകളും ഇപ്പോൾ നല്ല സ്ഥിതിയിലാണ്. അടുത്ത വർഷവും വേഴന്റെ സ്ഥിതി അവർക്ക് അനുകൂലമായിരിക്കും. ഒപ്പം ശനിയുടെ സ്ഥിതിയും തെറ്റില്ലാത്ത രീതിക്ക് ഇവരെ നിയന്ത്രിച്ച് കൊണ്ടുപോകും. പൊതുവെ ഇവർക്ക് ഉത്തമ ഘട്ടങ്ങൾ വരാൻ പോവുകയാണ്. അതുകൊണ്ട് ഈശ്വരപ്രീതി, ശിവപ്രീതി, വിഷ്ണുപ്രീതി, സർപ്പപ്രീതി എന്നിവ വരുത്തുകയും സർപ്പക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. പൊതുവെ സർപ്പന്റെ ബലം ഇവർക്ക് എല്ലാ ഐശ്വര്യങ്ങളും നൽകും. എല്ലാ ഐശ്വര്യങ്ങളും നൽകുവാൻ വേണ്ടി സർപ്പദേവനെ പൂജിക്കുകയും അവർക്ക് ആരാധനകൾ, അർച്ചനകൾ എല്ലാം നൽകുകയും ചെയ്താൽ ഇവർക്ക് പ്രതീക്ഷിക്കുന്നതിൽ കഴിഞ്ഞ നേട്ടങ്ങൾ, ഭാഗ്യങ്ങൾ, ഐശ്വര്യങ്ങൾ, കീർത്തി എന്നിവ ഉണ്ടാകും. ഇവർക്ക് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മലയങ്കിരി പുരുഷോത്തമൻ ജോസഫ്.